Hare Krishna, Hare Krishna, Krishna Krishna. ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്ത പ്രഭുവിന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചൊരു കാര്യമാണ്. അപ്പം അതില് പ്രഭുപാദ് മുതിർന്ന ശിഷ്യന്മാരും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് സിദ്ധാന്ത പ്രഭു പറയുന്നുണ്ട്. അതില് കൗസല്യ മാതാജിയുടെ ഒരു റിയലൈസേഷനാണ് പറയുന്നത്. കൗസല്യ മാതാജി യമുന മാതാജിയും പ്രഭുപാദ് ജയ്പൂരിൽ പ്രീച്ച് ചെയ്യാനായിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം കൗസല്യ മാതാജി എന്ന് വെച്ചാൽ 18 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പ്രഭുപാദിന്റെ ഒരു പേരക്കുട്ടിയെ പോലെയാണ് പ്രഭുപാദ് അവരെ കരുതുന്നത്. അപ്പൊ അവരവിടെ പ്രീച്ച് ചെയ്യുകയും പ്രഭുപാദിനെ ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പം ഗോവിന്ദജി ടെമ്പിളില് ഒരു വട്ടം അവിടേക്ക് പ്രഭുപാദിനെ ഇൻവൈറ്റ് ചെയ്തു, അവിടുത്തെ ഒരു പ്രോഗ്രാമിന് വേണ്ടി. അപ്പം അവര് ടെമ്പിൾ കോമ്പൗണ്ടിനകത്തുള്ള തന്നെ ഒരു കെട്ടിടത്തിലാണ് പ്രഭുപാദിന് താമസിക്കാനായിട്ട് അവർക്ക് അനുമതി മേടിക്കുകയും ചെയ്തു. അങ്ങനെ അവര് അവിടെ വന്ന് ആ റൂമും ആ കെട്ടിടമൊക്കെ നല്ല രീതിയിൽ അവരെ ക്ലീൻ ചെയ്ത് പ്രഭുപാദിനെ കൊണ്ടുവന്നു. അപ്പൊ പ്രഭുപാദ് വന്നപ്പം പ്രഭുപാദിന് നല്ല ഹാപ്പിയായി. നല്ല ഗോവിന്ദജി ടെമ്പിളിന്റെ അകത്ത് തന്നെ ഒരു റൂമിൽ പ്രഭുപാദിന് നിൽക്കാനായിട്ട് പറ്റി എന്നുള്ളത്. അപ്പം ഒരു വട്ടം മാതാജി പ്രഭുപാദിനെ നമസ്കരിച്ച് വന്നപ്പോഴത്തേന് കൗസല്യ മാതാജി പറഞ്ഞു, അപ്പൊ ഈ പട്ടം പറത്തുന്ന ആ ഒരു ഫെസ്റ്റിവൽ നടക്കുവാണ് ജയ്പൂരിൽ. അപ്പൊ അതിനെക്കുറിച്ച് ഇങ്ങനെ പ്രഭുപാദിനോട് പറഞ്ഞു. അപ്പം പ്രഭുപാദ് ചോദിച്ചു, നിനക്ക് അങ്ങനെ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടോ ചോദിച്ചു, പട്ടം ഇങ്ങനെ പറന്നു. അപ്പം മാതാജി പറഞ്ഞു, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല, എനിക്ക് അങ്ങനെ അത് ആ ഒരു ഗെയിം കളിക്കേണ്ട ഒരു ആഗ്രഹം എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പ്രഭുപാദ് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് കുട്ടിയായിരുന്നപ്പം അങ്ങനെ കളിക്കുമായിരുന്നു, ഈ പട്ടം പറത്തുന്നത് ചെയ്യുമായിരുന്നു എന്ന് പ്രഭുപാദ് ഇങ്ങനെ പറഞ്ഞു. പ്രഭുപാദിന്റെ സിസ്റ്ററുമായിരുന്നു ഇതിന് കൂടുതലായിട്ട് ഈ കുട്ടികളുടെ ഈ ഗെയിം കളിക്കാനായിട്ടുണ്ടായിരുന്നു. പ്രഭുപാദിന്റെ സിസ്റ്റർ ഭവതാരിണി ദേവിദാസി എന്ന് പറയും. അവര് ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജിൽ നിന്ന് ദീക്ഷ എടുത്ത വ്യക്തിയാണ്. പക്ഷെ ഡിവോട്ടീസ് ഒക്കെ എപ്പോഴും ഭവതാരിണി മാതാജി എന്ന് പറയുന്നത് കൂടുതൽ ഫെമിലിയർ ആകും എന്നുള്ളത് കൊണ്ട് അവരെപ്പോഴും പിഷിമ എന്നാണ് വിളിക്കുന്നത്. പിഷിമ എന്ന് വെച്ചാൽ ആണ്ടെന്നാണ്, അമ്മായി എന്നുള്ള മലയാളത്തിൽ പറയുന്ന പോലെ അങ്ങനെയാണ് അവര് വിളിക്കാറ്. അപ്പം ഡിവോട്ടീസ് പലരും പ്രഭുപാദിനെ എങ്ങനെ റെസ്പെക്ട് ചെയ്യുന്നു അതേപോലെ തന്നെ പിഷിമയെ റെസ്പെക്ട് ചെയ്യും. അപ്പൊ പ്രഭുപാദ് അത് ചിലപ്പോ ഇങ്ങനെ കളിയാക്കുകയും ചെയ്യും. ഒരു വട്ടം തമാൽ കൃഷ്ണ മഹാരാജ് പറഞ്ഞാണ്, ഒരു കാറിൽ രണ്ടുപേരും ട്രാവൽ ചെയ്ത് വന്നപ്പോഴത്തേന് പ്രഭുപാദിന്റെ കാർ ഇറങ്ങിയപ്പോഴത്തേന് ഡിവോട്ടീസ് എല്ലാം വന്ന് നമസ്കരിച്ചു. കുറച്ച് ഡിവോട്ടീസ് ഓടിപ്പോയി വേറൊരു കാറിന്റെ അടുത്തേക്ക് പോയി. അപ്പൊ പ്രഭുപാദ് തമാൽ കൃഷ്ണ മഹാരാജിനോട് ചോദിച്ചത് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം പിഷിമ വന്നതാണ് പ്രഭുപാദ് വന്ന്. അപ്പം എസ്പെഷ്യലി ലേഡി ഡിവോട്ടീസ് എല്ലാം പ്രഭുപാദിനെ എങ്ങനെ കാണുന്നു അതേപോലെയാണ് പിഷിമയെ കാണുന്നതെന്ന് ചോദിച്ചു. അപ്പൊ പ്രഭുപാദ് തമാശക്ക് ഇങ്ങനെ ചോദിച്ചു, അവൾ ആരാണ്? ഒരു സാധാരണ ഓൾഡ് ഡിവോട്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടി എന്താണ് അവൾ ചെയ്തിട്ടുള്ളത് എന്നിങ്ങനെ പ്രഭുപാദ് തിരിച്ചിങ്ങനെ ചോദിച്ചു. അത് തമാശയായിട്ടുള്ള രീതിയിൽ ചോദിച്ചു. അപ്പൊ ആ രീതിയിലാണ് ഡിവോട്ടീസിന് പിഷിമയോട് ആ റിലേഷൻഷിപ്പ്. അപ്പൊ പ്രഭുപാദ് കൗസല്യ മാതാജിയോട് പറഞ്ഞു, ഞങ്ങള് പട്ടം പറത്തുന്ന ഇത് ചെയ്യുമായിരുന്നു. അപ്പൊ എപ്പോഴും പിഷിമയുടെ പട്ടമാണ് മുകളിലേക്ക് പോകുന്നത്. പ്രഭുപാദിന്റെ പട്ടത്തിനെക്കാട്ടിലും മുകളിലേക്ക് പിഷിമയുടെ പട്ടമാണ് പോകുന്നത്. അപ്പം പ്രഭുപാദിനത് കുറച്ച് ദേഷ്യം ഉണ്ടായിരുന്നു. അപ്പം പ്രഭുപാദ് ഒരു വട്ടം വിചാരിച്ചു, കുട്ടിയായിരുന്നപ്പം പ്രഭുപാദ് വിചാരിച്ചു, ഞാൻ പിഷിമയെക്കാട്ടും ജയിക്കണം എന്ന് വിചാരിച്ചിട്ട് അവരുടെ വീടിന്റെ ഈ തട്ടും പുറത്ത് ടെറസിൽ കയറി പട്ടം പറത്താനായിട്ട് തുടങ്ങി. അപ്പം നോക്കുമ്പം പിഷിമയുടെ പട്ടത്തിനെക്കാട്ടിലും പ്രഭുപാദിന്റെ പട്ടം മുകളിലെത്തി. അപ്പൊ ഇത് താഴെ നിന്നുകൊണ്ട് പിഷിമ കണ്ടപ്പോഴത്തേനും അവർക്ക് വിഷമമായി. അപ്പൊ അവർ ആത്മാർത്ഥമായിട്ട് കൃഷ്ണനോട് ഇങ്ങനെ ഉറച്ചു പറഞ്ഞു, കൃഷ്ണ പ്ലീസ് ഹെൽപ്പ് മീ, കൃഷ്ണ പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞു. ഉടനെ പ്രഭുപാദിന്റെ പട്ടത്തെക്കാട്ടിലും പിഷിമയുടെ പട്ടം മുകളിലേക്ക് എത്തി. എന്നിട്ട് അങ്ങനെ അവളെന്നെ ഡിഫീറ്റ് ചെയ്തു എന്ന് പ്രഭുപാദ് പറഞ്ഞു. അപ്പം എന്നിട്ട് പ്രഭുപാദ് കൗസല്യ മാതാജിയോട് പറഞ്ഞൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ കുട്ടിക്കാലത്തായിരുന്നു, കൊച്ചു കുട്ടികളായിരുന്നപ്പോഴേ
നമ്മൾ ഭഗവാനെയായിരുന്നു ഡിപ്പെൻഡ് ചെയ്തത് എന്ത് കാര്യത്തിനായാലും. അത് നമുക്ക് നമ്മുടെ അച്ഛനമ്മമാർ ആ രീതിയിൽ നമ്മളെ ട്രെയിൻ ചെയ്തത് കൊണ്ടാണ് എന്നുള്ള രീതിയിൽ പ്രഭുപാദ് പറഞ്ഞു. ഇപ്പം കുട്ടികളെ ആദ്യകാലത്തെ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് പ്രഭുപാദ് ആ ഒരു പാസ് ടൈമിലൂടെ കൗസല്യ മാജിക്ക് പറഞ്ഞു കൊടുത്തത്. എന്നിട്ട് മാജിയോട് പോയി നീ അത് പട്ടം പറത്തിക്കോളാനായിട്ട് പറഞ്ഞിട്ട് പ്രഭുപാദ് കൗസല്യ മാജി ആ റൂമിൽ നിന്ന് ഇട്ടു. അപ്പം കൗസല്യ മാജി പറയുന്നത് ഇതാണ്, പ്രഭുപാദ് കുട്ടികൾക്ക് ആദ്യമേ ആ പ്രോപ്പർ ഇത് ഇൻകൾക്കേറ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത അതിലൂടെ ശ്രീല പ്രഭുപാദൻ ആ ഇമ്പോർട്ടൻസ് നമുക്ക് പറഞ്ഞു തന്നു എന്ന് കൗസല്യ മാജി അതിനകത്ത് പറയുന്നു.